ഐറൺ ഡോം. ഐറൺ ഡോം എന്നത് ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മൊബൈൽ വ്യോമ പ്രതിരോധ സംവിധാനമാണ്. 4 മുതൽ 70 കിലോമീറ്റർ വരെയുള്ള ദൂരപരിധിയിൽ നിന്ന് തൊടുത്തുവിടുന്ന ഹ്രസ്വദൂര റോക്കറ്റുകൾ, പീരങ്കി ഷെല്ലുകൾ, മറ്റ് ഷെല്ലുകൾ എന്നിവയെ തടസ്സപ്പെടുത്താനും നശിപ്പിക്കാനും വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിവിധ ദൂരങ്ങളിലെ ഭീഷണികളെ നേരിടാൻ ഉപയോഗിക്കുന്ന ഡേവിഡ്സ് സ്ലിംഗ്, ആരോ മിസൈൽ പ്രതിരോധ സംവിധാനം തുടങ്ങിയവ ഉൾപ്പെടുന്ന ഇസ്രായേലിന്റെ ബഹുതല വ്യോമ പ്രതിരോധ ശൃംഖലയിലെ ഒരു നിർണായക ഭാഗമാണിത്. ഉത്ഭവം: അമേരിക്കയുടെ ഗണ്യമായ സാമ്പത്തിക സഹായത്തോടെയും പിന്തുണയോടെയും ഇസ്രായേലി കമ്പനികളായ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ്, ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് എന്നിവ ചേർന്നാണ് ഐറൺ ഡോം വികസിപ്പിച്ചത്. 2006 ലെബനൻ യുദ്ധത്തിനു ശേഷവും ലെബനനിലെ ഹിസ്ബുള്ളയിൽ നിന്നും ഗാസയിലെ ഹമാസിൽ നിന്നും തുടർച്ചയായി ഉണ്ടായ റോക്കറ്റ് ആക്രമണങ്ങളും 2000കളുടെ തുടക്കത്തിൽ ഇങ്ങനെയൊരു സംവിധാനത്തിന്റെ ആവശ്യം വ്യക്തമാക്കുന്നതായിരുന്നു. ഈ ആക്രമണങ്ങൾ പലപ്പോഴും ഇസ്രായേലി സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. ഈ ഹ്രസ്വദൂര ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ രാജ്യത്തിന് അന്ന് ഒരു സംവിധാനമുണ്ടായിരുന്നില്ല. 2007 ഇസ്രായേലി പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി ഐറൺ ഡോം പദ്ധതിക്ക് അംഗീകാരം നൽകി. 2011 ബീർഷബ നഗരത്തിനടുത്താണ് ഈ സംവിധാനം ആദ്യമായി വിന്യസിക്കപ്പെട്ടതും പ്രവർത്തനക്ഷമമായി പ്രഖ്യാപിക്കപ്പെട്ടതും. അതേ വർഷം ഏപ്രിലിൽ ഗാസയിൽ നിന്ന് തൊടുത്ത ഒരു റോക്കറ്റ് ഇത് വിജയകരമായി തടഞ്ഞതാണ് ഇതിന്റെ ആദ്യത്തെ വിജയം. ഐറൺ ഡോം സംവിധാനത്തിന് പ്രധാനമായും 3 ഘടകങ്ങളാണുള്ളത്. റഡാർ സിസ്റ്റം. വരുന്ന ഷെല്ലുകൾ തൊടുത്തുവിട്ട ഉടൻ തന്നെ കണ്ടെത്താനും അതിന്റെ സഞ്ചാരപഥം പിന്തുടരാനും ഈ സംവിധാനം ഉപയോഗിക്കുന്നു. ഭീഷണി കണ്ടെത്തൽ. ട്രാക്കിംഗ് റഡാർ എന്ന് സാധാരണയായി അറിയപ്പെടുന്ന ഈ റഡാർ വരുന്ന വസ്തുവിന്റെ വേഗത, സഞ്ചാരപാത, സ്ഥാനം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ തുടർച്ചയായി നൽകുന്നു. ബാറ്റിൽ മാനേജ്മെന്റ് ആൻഡ് വെപ്പൺ കൺട്രോൾ സിസ്റ്റം. ഇതാണ് ഐറൺ ഡോമിന്റെ മസ്തിഷ്കം. ഇത് റഡാറിൽ നിന്നുള്ള ഡാറ്റ സ്വീകരിക്കുകയും നിമിഷങ്ങൾക്കുള്ളിൽ വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. അത്യാധുനിക അൽഗോരിതങ്ങൾ ഉപയോഗിച്ച് ഇത് ഷെല്ലിന്റെ സഞ്ചാരപാത കണക്കാക്കുകയും അത് പതിക്കാൻ സാധ്യതയുള്ള സ്ഥലം പ്രവചിക്കുകയും ചെയ്യുന്നു. ജനവാസ കേന്ദ്രങ്ങളെയോ സുപ്രധാന സ്ഥാപനങ്ങളെയോ ലക്ഷ്യമാക്കിയുള്ള ഭീഷണികളെ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലോ കടലിലോ വീഴാൻ സാധ്യതയുള്ളവയിൽ നിന്ന് വേർതിരിച്ചറിയാനുള്ള ഇതിന്റെ കഴിവ് ശ്രദ്ധേയമാണ്. ഓരോ മിസൈലിനും വലിയ വിലയുള്ളതിനാൽ പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിന് ഈ തിരഞ്ഞെടുപ്പ് അടിസ്ഥാനത്തിലുള്ള ലക്ഷ്യമിടൽ വളരെ പ്രധാനമാണ്. മിസൈൽ ഫയറിംഗ് യൂണിറ്റ്, ലോഞ്ചർ. വരുന്ന ഷെൽ ഒരു ഭീഷണിയാണെന്ന് ബാറ്റിൽ മാനേജ്മെന്റ് സിസ്റ്റം നിർണയിച്ചാൽ അത് ഒരു ലോഞ്ചറിലേക്ക് കമാൻഡ് അയക്കുന്നു. തുടർന്ന് ലോഞ്ചർ താമിർ മിസൈൽ എന്നറിയപ്പെടുന്ന ഒരു പ്രതിരോധ മിസൈൽ തൊടുത്തുവിടുകയും ഇത് ആകാശത്ത് വെച്ച് വരുന്ന ഭീഷണിയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. താമിർ മിസൈലിന് സ്വന്തമായി ഇലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസറുകളും നിയന്ത്രണ സംവിധാനങ്ങളുമുണ്ട്. ഇത് ലക്ഷ്യത്തെ പിന്തുടർന്ന് അതിലേക്ക് നയിക്കാൻ സഹായിക്കുന്നു. കണ്ടെത്തൽ മുതൽ തടയൽ വരെയുള്ള മുഴുവൻ പ്രക്രിയയും നിമിഷങ്ങൾക്കുള്ളിൽ നടക്കുന്നു. ഈ സംവിധാനം വളരെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതിനാൽ ആവശ്യാനുസരണം വിവിധ സ്ഥലങ്ങളിൽ ഇത് സ്ഥാപിക്കാനും സംരക്ഷണം നൽകാനും സാധിക്കുന്നു. 90%-ലധികം വിജയനിരക്ക് ഐറൺ ഡോമിനെ ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഒരു നിർണായക ആസ്തിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് നിരവധി ജീവനുകൾ രക്ഷിക്കുകയും പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെ സംരക്ഷിക്കുകയും ചെയ്തു.